നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സ്ട്രോക്കാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒക്ടോബർ 28 ഒക്ടോബർ 28 വേൾഡ് സ്ട്രോക്സ് ഡേ എന്നുള്ളതാണ്. സ്ട്രോക്കിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ഒക്ടോബർ 28. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രശ്നമായി മാറിയിരിക്കുന്ന, വളരെ ആരോഗ്യമായി നടക്കുന്ന പല ആൾക്കാരിലും പ്രായഭേദമന്യേ, ഒരുപക്ഷെ ചെറുപ്പക്കാരിലായിരുന്നാലും കുറച്ച് പ്രായമായവരിലായിരുന്നാലും ഒക്കെ തന്നെ എത്രയോ ജീവൻ അപഹരിക്കപ്പെട്ട, അല്ലെങ്കിൽ എത്രയോ ജീവിതം നിസ്സഹായ ആക്കി മാറ്റിയ, നിസ്സഹായ അവസ്ഥയിലോട്ട് മാറ്റിയ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് സ്ട്രോക്ക്. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ വളരെ വേഗത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയെ തന്നെ ആകെ തകിടം മറിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്കിന്. ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ട്രോക്കിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട്. അത്തരം ആൾക്കാരെ അവരുടെ വേദനയും പ്രയാസവും ഓർമ്മിച്ചുകൊണ്ട് തന്നെ സ്ട്രോക്കിനെ കുറിച്ച് കുറച്ച് ചില കാര്യങ്ങൾ പറയാം. സാധാരണയായി എന്താണ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ, സ്ട്രോക്കിനകത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് ശരിക്കും 3 തരത്തിലുള്ള ഒരു സ്ട്രോക്ക് എന്നാണ്. അത് ചിലപ്പോൾ അതിനെ ഒരു ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും, മറ്റൊന്ന് ഇസ്കീമിക് സ്ട്രോക്ക്, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് സ്ട്രോക്ക്, മറ്റൊരു മൈൽഡായിട്ട് മറ്റൊരു അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 തരത്തിലാണ്. ഒന്നുകിൽ അത് ഒരു ഹെമറേജ് കൊണ്ട് ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇസ്കീമിയ എന്നുള്ള രീതിക്ക് ഉണ്ടാവാം. രണ്ടിൻ്റെയും എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള ധമനികളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടി അവിടെ ഒരുപാട് രക്തം കട്ട പിടിച്ച്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ച്, ആ രക്തം കട്ട പിടിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ തലച്ചോറിലേക്കുള്ള, അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള പ്രഷർ കൂടുകയും, പ്രഷർ ഇങ്ങനെ കൂടി വരികയും, അത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമ്പോൾ അതിവേഗം ബ്രെയിൻ സെൽസുകൾ നാശം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നാശം സംഭവിച്ചു പോകുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, തലച്ചോറാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കുന്നതും മറ്റുള്ള ഒരു പ്രധാന കേന്ദ്രം. അപ്പോൾ ഏത് ഭാഗമാണോ അത് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ രക്തം കട്ട പിടിക്കുന്നത്, അതിൻ്റെ ആ ഭാഗങ്ങളിലുള്ള സെൽസ് ഡാമേജ് ചെയ്യുമ്പോൾ ആ ബ്രെയിൻ സെൽസ് നമ്മുടെ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പാരലൈസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്കറിയാം, വലത് സൈഡിൽ ഒരു ഹെമറേജ് വന്നു കഴിഞ്ഞാൽ അത് തലച്ചോറിൻ്റെ വലത് ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തിൻ്റെയും, തലച്ചോറിൻ്റെ ഇടത് ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെമറേജ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെമറേജ് ഉണ്ടാകുന്നു, രക്തം ബ്ലീഡ് ചെയ്യുന്നു, അതിനൊക്കെ സാധാരണ ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ സർവ്വസാധാരണമായി നമുക്കറിയാം. ഇത് ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ എസ്പെഷ്യലി എന്ന് പറയുമ്പോൾ ഇത് പ്രഷറുള്ള BP പ്രഷറുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാരിലാണ്. ഈ രക്തസമ്മർദ്ദം തന്നെ ഒരു പരിധി കഴിഞ്ഞിട്ട് താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബ്ലഡ് ധമനികളിൽ, അല്ലെങ്കിൽ കാപ്പിലറീസ് എവിടെയെങ്കിലും കൊണ്ടുവന്ന്, എവിടെ വേണമെങ്കിലും ആവാം, അതങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട്. അതങ്ങനെ പൊട്ടി പ്രഷർ കൂടുമ്പോൾ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും കൃത്യമായുള്ള രക്തപരിശോധന, അല്ലെങ്കിൽ കൃത്യമായ BP പരിശോധന, പ്രഷറിൻ്റെ പരിശോധന അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രഷർ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്തധമനികൾ, പിന്നെ നമുക്കറിയാം, ഈ പ്രഷർ അല്ലാതെയുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് പ്രധാനമായ അന്യൂറിസം എന്ന് പറയും. ഈ രക്തധമനികളിൽ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് അത് രക്തധമനികളുടെ ടെമ്പർ എന്താ പറയുക, അത് ഇല്ലാതാവുകയും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറുകയും, ആ കൺസിസ്റ്റൻസി മാറി വരുന്നതിൻ്റെ ഫലമായി തന്നെ അവിടെ അങ്ങനെ വീർത്തു വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പഴയ ഹോസിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോസ് അതിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അങ്ങനെ വീർത്ത് വരുന്ന കേടുപാടുകൾ സംഭവിച്ച, അല്ലെങ്കിൽ അതിൻ്റെ റിജിഡിറ്റി നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പർ നഷ്ടപ്പെടുന്ന ഭാഗത്ത് അതിന് നമ്മൾ സാധാരണ അന്യൂറിസം എന്ന് പറയും. ഈ അന്യൂറിസം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും വരാമെന്നുള്ളതാണ്. തലച്ചോറിനകത്തുള്ള രക്തധമനികളിലാവാം, ഒരുപക്ഷെ നമ്മളത് ഹൃദയത്തിലോട്ടുള്ള രക്തധമനികളിലാണ് നമ്മൾ സാധാരണയായിട്ട് അയോർട്ടിക് അന്യൂറിസം എന്ന് പറയും. എവിടെ വേണമെങ്കിലും അത് സംഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ധമനികളിൽ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും അന്യൂറിസം സംഭവിക്കുകയും ചെയ്താൽ അവിടെയും ഇത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഈ ഹെമറേജിക് സ്ട്രോക്ക് ഒരു പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെമറേജിക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് ആ ഹെമറേജ് ആ രക്തക്കട്ടകൾ അല്ലെങ്കിൽ ക്ലോട്ടുകൾ അലിയിക്കുക എന്നുള്ളതാണ് ധർമ്മം. അതിനെ അലിയിക്കുകയും അതിനൊക്കെയുള്ള ചികിത്സ കൊടുക്കുകയും വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ ക്ലോട്ടുകൾ അലിയിച്ച് മാറ്റാൻ വേണ്ടിയുള്ള ചികിത്സകൾ കൊടുക്കണം. ചില സമയങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഈ ക്ലോട്ടുകൾ അലിയിക്കാനുള്ള മരുന്നുകൾ ഫലപ്രാപ്തിയാവണമെന്ന് തന്നെയില്ല. കാരണം സർവ്വസാധാരണമായി നമ്മൾ സാധാരണ ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ വരുന്ന ഒരു ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി എന്നുണ്ട്. കരോട്ടിഡ് ആർട്ടറിയുടെ ഭാഗത്തൊക്കെ അവിടെയാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ക്ഷതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെമറേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ സർജറി കൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു രീതി ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് പലപ്പോഴും ഈ രക്തധമനികൾ പൊട്ടുന്നതിന് പോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിന് പലപ്പോഴും രക്തധമനികളിൽ ആവശ്യത്തിനുള്ള രക്തം എത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ധമനികളിൽ രക്തം എത്താതിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളത് മനസ്സിലാക്കേണ്ടത് ഒരു പരിധിവരെ നമ്മുടെ രക്തധമനികൾക്ക് അടിഞ്ഞുകൂടുന്നതായ കൊഴുപ്പിൻ്റെ ഒരിതാണ്. അതുകൊണ്ട് തന്നെ കൊഴുപ്പാണ്. അപ്പോൾ ആ കൊഴുപ്പ് നമ്മുടെ രക്തധമനികളുടെ അകത്ത് ചുറ്റും ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അത് ഡിപ്പോസിറ്റ് ചെയ്ത് വിടുമ്പോൾ നമുക്കറിയാം ആ ഒരു രക്തക്കുഴലിനകത്തുള്ള വ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു സാധാരണ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പൈപ്പ് വഴി ഒരു വെള്ളം നമ്മൾ ഒഴുക്കി വിടുകയും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ചെളിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അതിനകത്ത് പറ്റിപ്പിടിച്ച് ആ പൈപ്പിൻ്റെ വ്യാസം കുറയുകയും ചെയ്താലും നമുക്ക് ഈ തരത്തിൽ സമ്മർദ്ദം ഉണ്ടാവും. ഇത് പൊട്ടാനുള്ള സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ രക്തക്കട്ടകൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ചില കട്ടകൾ കൊണ്ട് അതിന് ചില ക്ലോട്ട്സ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയുക അത്തരം ചില ക്ലോട്ടുകളുണ്ട് കൊളസ്ട്രോൾ ഇതുകൊണ്ട് കൊഴുപ്പിൻ്റെ കട്ടകൾ കൊണ്ട് ഈ രക്തധമനികൾ അടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടയാൻ സാധ്യത വരുമ്പോഴും സ്വാഭാവികമായും നമ്മുടെ തലച്ചോറിൽ വേണ്ട വിധത്തിൽ രക്തം എത്താതെ വരുന്നു. അപ്പോൾ ആ സപ്ലൈ കിട്ടാതെ വരികയും രക്തം സ്വാഭാവികമായി എത്താതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയും ബ്രെയിൻ സെൽസിൻ്റെ നാശം നല്ല രീതിക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് അത് എത്രയും വേഗം ഏത് തരത്തിലാണോ ആ സ്ട്രോക്കിന് കാരണം അല്ലെങ്കിൽ അത് എവിടെയാണോ ആ തടസ്സമായി വന്നിരിക്കുന്നു എന്നുള്ളത് അതറിഞ്ഞ് ആ കട്ടകൾ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ അലിയിപ്പിച്ച് കളയുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ്. ഇനി ഒരു ട്രാൻസിയൻറ്റ് ഇസ്കീമിക് സ്ട്രോക്ക് പലപ്പോഴും സ്ട്രോക്കിൻ്റെ അത്ര തന്നെ ഉള്ള തരത്തിലുള്ള സിംറ്റംസ് ചലനശേഷി കുറയും. നമുക്കറിയാമല്ലോ സ്ട്രോക്ക് വന്നാൽ ശരിക്കും പാരാലിസിസ് ആണ്, സ്തംഭനമാണ്. അപ്പോൾ അത് ഒരു സൈഡാവാം, പാർഷ്യലാവാം, മൊത്തമാവാം, അരയ്ക്ക് താഴോട്ടാവാം, മുകളിലോട്ടാവാം, ഒരു സൈഡ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തമായ തരത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്കീമിക് ട്രാൻസിയൻ്റ് അറ്റാക്കിൽ സാധാരണ ഈ സ്ട്രോക്കിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും അത് സത്യത്തിൽ വളരെ കുറഞ്ഞ ഒരു സമയം കാണിച്ചിട്ട് അതങ്ങ് മാറുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മളത് ഉറക്കത്തിലോ മറ്റൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയണമെന്നുകൂടിയില്ല. ഇത് തീർച്ചയായും ഇത്തരം രോഗികൾ നമ്മൾ വീണ്ടും കൂടുതലായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ഒരുപക്ഷെ ഭാവിയിൽ തീർച്ചയായും പൂർണ്ണമായ തരത്തിലുള്ള ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ 3 അവസ്ഥയിലാണ് സാധാരണ സ്ട്രോക്ക് എന്നുള്ള ഒരു നമ്മുടെ ഈ ഒരു സ്ഥിതി കാണുന്നത്. അപ്പോൾ തീർച്ചയായും സ്ട്രോക്ക് എന്നുള്ള രീതിക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ അതൊരു പാരാലിസിസ് ആകുമ്പോൾ ഒരുതരം അംഗവൈകല്യം പോലെ തന്നെ ചലനാത്മകത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥ മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. ഇന്നലെ വരെ ഓടിച്ചാടി നടക്കുകയും വളരെ ആക്റ്റീവായി സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു രാത്രി വന്ന് ഉറക്കം എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ ചലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഏത് വ്യക്തിയാണെങ്കിലും നമുക്കത് വല്ലാത്ത മാനസികമായ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ലക്ഷണം? തീർച്ചയായും പ്രമേഹമുള്ള അവർക്ക് സാധ്യത കൂടുതലാണ്. പ്രഷറുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡ് പ്രഷറുള്ള ആ വ്യക്തികൾക്ക് ഇത് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായും നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് പ്രഷറിൻ്റെ ആണെങ്കിലും ബ്ലഡ് പ്രഷറിൻ്റെ ആണെങ്കിലും ഷുഗറിൻ്റെ ഒക്കെ ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ യഥാവിധം ചെക്ക് ചെയ്ത്
നമ്മുടെ നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ കുടുംബപരമായ പാരമ്പര്യവും ഒക്കെ ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞ അതിറോസ്ക്ലെറോസിസ്, നമ്മുടെ കുഴലുകൾക്കടിയിൽ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും കൊളസ്ട്രോളിൻ്റെയാണ്. അപ്പോൾ ഇത്തരം സാധാരണ കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് അറിയാം. ഒരു പക്ഷേ നമുക്ക് പിന്നെ പെട്ടെന്ന് മുഖം ഒരു സൈഡ് കൊണ്ട് കോണിക്കുക, അവർക്ക് സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒരു തരം സ്ലർഡ് സ്പീച്ച് നമുക്ക് വ്യക്തമാവാത്ത രീതിക്ക് വരിക, അല്ലെങ്കിൽ കൈകൾക്കൊക്കെ ബലക്കുറവ് ഉണ്ടാകുക, കൈകൾക്കോ അല്ലെങ്കിൽ ഒരു സൈഡിന് മൊത്തം ബലക്കുറവ് ഉണ്ടാവുക, ഒരു സ്റ്റാഗറിങ് ഗേറ്റ്, ഈവൻ ചിലപ്പോൾ ബുദ്ധിപരമായ രീതിക്ക് തന്നെ കൊഗ്നിറ്റീവ് ഇതിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരിക എന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള സാധാ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഹൈപ്പർ ടെൻസീവ് അല്ലെങ്കിൽ പ്രഷറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങൾ സംശയിക്കണമെന്നുള്ളതാണ്. ഇവിടെ വളരെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ഒരു അലംഭാവം അല്ലെങ്കിൽ നമ്മുടെ വളരെ ഒരു ജാഗ്രത കുറവാണ് രോഗിയെ ഇത്തരം വല്ലാത്ത ഒരു അവസ്ഥയിലെത്തിക്കുന്നത്. ഇന്ന് ചികിത്സാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ചികിത്സാ രീതികളൊക്കെ ഒരുപാട് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായും ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ന് അതിൻ്റെ ANTI-TPA എന്ന് പറയുന്ന തരത്തിലുള്ള ഇത്തരം ചില മരുന്നുകൾ ഈ കട്ടകളെ അലിയിച്ച് കളയുകയോ അല്ലെങ്കിൽ യഥാവിധം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയുള്ള ചികിത്സ കൊടുക്കുവാനുള്ള സാഹചര്യം നമുക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ സമയത്തിന് ഒരു പക്ഷേ രാത്രി ഉറക്കത്തിലോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അറിയണമെന്നില്ല, അത് ഒരു പക്ഷേ നമുക്ക് ഫേറ്റാണെന്ന് വിചാരിക്കാനേ പറ്റും. ബാക്കി ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ രോഗിയെ വ്യക്തമായ രീതിക്ക് പെട്ടെന്ന് അതിൻ്റെ രക്തസമ്മർദ്ദം ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് പ്രാഥമിക ശുദ്ധവായു കിട്ടത്തക്ക രീതിക്ക് പേഷ്യൻ്റ് നല്ല രീതിക്ക് ഒരു വെന്റിലേഷൻ കിട്ടത്തക്ക രീതിക്ക് കിടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കുക, ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു മെസ്സേജ്. വളരെ ഈ ഗോൾഡൻ അവേഴ്സിനകത്ത് എത്തിക്കുക. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ മറ്റു പ്രയാസങ്ങളില്ലാതെ തന്നെ ഈ രോഗിയെ നമുക്ക് വളരെ വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി അതിനകത്ത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഫാസ്റ്റ് എന്നുള്ള ഒരു കണക്കാണ് ഇതിനകത്ത് നമുക്ക് എടുക്കുന്നത്. ഫാസ്റ്റ് എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് ഇതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഫേസ് ഡ്രോപ്സ് എന്നാണ്. മുഖത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് കോണുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുഖം താഴോട്ട് വീഴുക എന്നുള്ളതാണ്. കാരണം ചലന ശക്തി ഇല്ലാതെ വരിക എന്നുള്ളതാണ് ഫേസ് ഡ്രോപ്സ് എന്നുള്ളതാണ്. രണ്ടാമത് ഫാസ്റ്റിൻ്റെ സിനോണിമൻസിനകത്ത് ആണ്. അത് ഇതിനകത്ത് ആംസ് വീക്ക്നെസ് ആണ്. കൈക്ക് ഏതെങ്കിലും ഒരു കൈക്ക് ബലക്കുറവ്, കൈ ഉയർത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൈ തീരെ ക്ഷീണിച്ച ഒരവസ്ഥയിലോട്ട് മറ്റ് ഫങ്ഷൻസ് ഇല്ലാത്ത രീതിക്ക് ആം വീക്ക്നെസ് ഇതുണ്ടോ എന്ന് നമ്മൾ നോക്കണം. മുഖത്തിൽ ഏതെങ്കിലും തരത്തിൽ കോണിച്ചുണ്ടോ എന്ന് നോക്കണം. കൈക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കണം. അതിനോടൊപ്പം നമുക്ക് പേഷ്യൻ്റിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംസാര രീതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, സ്പീച്ച് ഡിഫിക്കൽറ്റി ഉണ്ടോ, വ്യക്തമായ രീതിക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടോ എന്ന് നോക്കണം. ആ സ്പീച്ച് സ്ലർഡായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റിൽ എഫും എയും എസ് ഞാൻ പറഞ്ഞു യൂണിറ്റിയാണ്. അത് ടൈം ഈസ് ക്രിട്ടിക്കൽ എന്നുള്ളതാണ്. സമയമാണ് ഇതിനകത്ത് പ്രധാനം. എത്രയും വേഗം രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ പ്രധാനമായ മറ്റൊരു കാര്യം പറയാനും അല്ലെങ്കിൽ ചിന്തിക്കാനും ഓർമ്മിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് കഴിയുന്നതും പലപ്പോഴും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന ചില മേഖലയാണത്. ഒരുപക്ഷെ നമ്മൾ കൂടുതലായി രോഗിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ക്ഷീണമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ദയവായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. BP-യുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരുപക്ഷെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാരാലിസിസ് ബാധിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ അത് വെള്ളം താഴോട്ട് ഇറക്കാനുള്ള പ്രയാസം, ഇത് വളരെ സർവ്വസാധാരണമായി പലരും ചെയ്യുന്ന ഒരു ഇതാണ്. ഒരുപക്ഷെ സമയത്തിന് എത്തിച്ചതിന് ശേഷം പോലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വഴിക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഒരുപക്ഷെ പേഷ്യൻ്റ് നമ്മളൊരു ദാഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാഹം ഉണ്ട് എന്ന് ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അത്തരം ഒരു കാര്യം നമ്മൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ അന്നനാളത്തിലോട്ടായിരിക്കില്ല ആ വെള്ളം എത്തുന്നത്. ഇവർക്ക് കുടിച്ചിറക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ പ്രയാസമുള്ളത് കൊണ്ട് അത് ഒരു പക്ഷേ ട്രക്കിക്കകത്ത് വഴി നമ്മുടെ ലങ്സിനകത്താണ് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ലങ്സിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു തരത്തിൽ ആസ്പിറേറ്ററി ന്യൂമോണിയ എന്ന് പറയും. ആസ്പിറേറ്ററി ന്യൂമോണിയ അത് തന്നെ ലങ്സിനകത്ത് വെള്ളം കയറി അത് ന്യൂമോണിയ പോലെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിക്ക് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, ആഹാരം കൊടുക്കാതിരിക്കുക. BP കാര്യങ്ങൾ യഥാവിധം സമയം എന്തെങ്കിലും മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ ഗോൾഡൻ അവേഴ്സിനകത്ത് തന്നെ രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ലോകത്താകമാനം വളരെ അപ്പോൾ ഇതിനകത്ത് പിന്നെ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇതെങ്ങനെ തടയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഗറിൻ്റെ നമ്മളെ പ്രമേഹം നിയന്ത്രിക്കുക, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക, ഒപ്പം അമിത കൊളസ്ട്രോൾ നിയന്ത്രിക്കുക, അതിലുപരിയായി ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ മദ്യപാനം, പുകവലി തുടങ്ങി രക്തധമനികൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ കൂടുതലായി വരുത്തുന്ന തരത്തിലുള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രവണതകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ചിട്ടയായ വ്യായാമം ചെയ്യുക, നല്ലവണ്ണം ഉറക്കം കിട്ടുക, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ അനുഷ്ഠിച്ചു പോവുകയും ഒപ്പം നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. തീർച്ചയായും കുടുംബത്തിനകത്ത് സ്ട്രോക്കിൻ്റെ ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കണമെന്നുള്ളതാണ്. ഭയപ്പെടേണ്ട കാര്യമൊന്നും അല്ല ഇതിനകത്ത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പൊതുവേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംശയങ്ങൾ തോന്നിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റിൻ്റെ ഒരു തരത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ 3-3.5 മണിക്കൂറിനുള്ളിൽ രോഗിയെ അതിനുള്ള സൗകര്യമുള്ള അത്തരം ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരുപാട് ജീവിതം നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയും. അത് ഡോക്ടർമാരുടെ മാത്രമല്ല, തീർച്ചയായും പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഒപ്പം രോഗിയുടെ നമ്മളെ നാട്ടിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇത്തരം വസ്തുതയാണ്. ചുരുക്കത്തിൽ ഒക്ടോബർ 28 ഇന്ന് നിങ്ങളുമായി ഇങ്ങനെ ഒരു വിഷയമായി സംവാദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരിക മറ്റൊരു അവസരത്തിലേക്ക് വേണ്ടി നന്ദി, നമസ്കാരം, താങ്ക് യു.